എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കടമ്പാട്ടുകോണം മുതൽ ആയങ്കോണം വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. ആറ്റിങ്ങൽ ബൈപ്പാസിലെ ആയങ്കോണം മുതൽ ബ്രിഡ്ജ് സൈറ്റ് വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഐകാർഡിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് പാരിപ്പള്ളിയിൽ നിന്നും തിരുവനന്തപുരം ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ കടമ്പാട്ടുകോണം ഭാഗത്തു നിന്നാണ്. ഈ ഒരു ഭാഗം വരെയാണ് ശിവാലയ കമ്പനി കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് കടമ്പാട്ടുകോണം മുതൽ കഴക്കൂട്ടം വരെയുള്ള ഭാഗം RKC ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിയാണ് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ പാരിപ്പള്ളിയിലെ ഫ്ലൈ ഓവർ രണ്ട് സൈഡും ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നതിനാൽ കടമ്പാട്ടുകോണം ഭാഗത്തു നിന്നുമാണ് എൻട്രി വരുന്നത്. ഇപ്പോൾ മെയിൻ റോഡിൻ്റെ വലത് ഭാഗത്താണ് വർക്കുകൾ നടക്കുന്നത്. റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി അതിൽ GSP ചെയ്തിരിക്കുന്നതായി കാണാം. മെയിൻ റോഡിൻ്റെ രണ്ട് സൈഡിലും ഇപ്പോൾ റീറ്റെയിനിങ് വാളുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല ഉയരത്തിലാണ് ഇവിടെ റീറ്റെയിനിങ് വാളുകളൊക്കെ വരുന്നത്. കടമ്പാട്ടുകോണം അല്പം താഴ്ന്ന പ്രദേശമാണ്. നേരെ ഫാർമസി ജംഗ്ഷനിലെത്തുമ്പോൾ അല്പം കൂടി ഉയർന്നാണ് റോഡ് പോകുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് ഉയർത്തുന്നത്. റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെയാണ് ക്രാഷ് ബാരിയറിന് വേണ്ടിയുള്ള സ്റ്റീൽ വർക്കുകളും ചെയ്യുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലും നോക്കുകയാണെങ്കിൽ വിട്ടുവിട്ടുള്ള ഭാഗത്താണ് റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കുന്നതായി കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്കായി ഇനിയൊരു കൾവട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തി ബാക്കിയുണ്ട്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കൾവട്ടിൻ്റെ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട്. ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് അതുവഴി വാഹനങ്ങൾ വിട്ടതിന് ശേഷമായിരിക്കും മെയിൻ റോഡിൻ്റെ ഭാഗത്തുള്ള കൾവട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുക. ഇപ്പോൾ ഇടത് സൈഡിലെയും വലത് സൈഡിലെയും സർവീസ് റോഡിനോട് ചേർന്നുള്ള ഡ്രെയിനേജിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നേരെ കാണുന്നത് ഫാർമസി ജംഗ്ഷനാണ്. നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാം. ഫാർമസി ജംഗ്ഷൻ ഭാഗം എത്തുമ്പോൾ ഇവിടെ മെയിൻ റോഡിൻ്റെയും സർവീസ് റോഡിൻ്റെയും ഒക്കെ വർക്കുകൾ നേരത്തെ തന്നെ കുറച്ച് ഭാഗത്ത് കഴിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയ ഡൈവേർഷൻ റോഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ മെയിൻ റോഡിൻ്റെ രണ്ട് സൈഡിലെയും ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്ക് നേരത്തെ കഴിഞ്ഞാണ്. ഇനി മധ്യഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ബാക്കിയുണ്ട്. ഫാർമസി ജംഗ്ഷൻ കഴിഞ്ഞ് 28-ാം മൈൽ എത്തുന്നതിന് മുന്നേ ഒരു അടിപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയതാണ്. ഇവിടെ നല്ല താഴ്ചയുള്ള പ്രദേശമാണ്. ഇവിടെ പിയറിൽ നിർമ്മിക്കുന്ന അടിപ്പാതയാണ് വരുന്നത്. മെയിൻ റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ടുള്ള പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്ക് 2 വർഷത്തിന് മുന്നേ തന്നെ കംപ്ലീറ്റ് ആക്കിയതാണ്. കുറച്ച് ഗർഡറുകൾ അവിടെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപ്പാതയുടെ വടക്ക് ഭാഗത്താണ് കുറച്ച് വർക്കുകൾ നടന്നത്. കുറച്ച് റീറ്റെയിനിങ് വാളുകളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അടിപ്പാത കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെയും ഒരു ചെറിയ തോട് കടന്നു പോകുന്നുണ്ട്. ഇവിടെയും ബ്രിഡ്ജ് രൂപത്തിലുള്ള ഒരു ചെറിയ കൾവട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് നാളായി ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തിരിച്ചു വരുമ്പോഴുള്ള വീഡിയോയിൽ അതുകൂടി കാണിക്കാം. ഫാർമസി ജംഗ്ഷനും 28-ാം മൈലിനും ഇടയ്ക്കുള്ള ഭാഗവും വയൽ പ്രദേശമാണ്. മെയിനായിട്ടും റോഡിൻ്റെ ഇടത് സൈഡാണ് താഴ്ന്ന പ്രദേശം. വലത് സൈഡ് അത്രത്തോളം പ്രശ്നമില്ല. ഇടത് സൈഡിലുള്ള സർവീസ് റോഡിനോട് ചേർന്നുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ നടന്നതാണ്. കൂടാതെ മെയിൻ റോഡിന് വേണ്ടിയുള്ള ആര്യവാൾ പാനലുകൾ ഉയർത്തുന്ന വർക്കും ഒരു ഘട്ടത്തിൽ ആരംഭിച്ചതാണ്. ഇപ്പോൾ ഇവിടെ വർക്കുകളൊന്നും നടക്കുന്നില്ല. ഇവിടെയും വയഡക്റ്റുകൾ നിർമ്മിക്കുന്നതാണ് നല്ലത്. ഈ പ്രദേശവും ചതുപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനി നേരെ 28-ാം മൈൽ ജംഗ്ഷനിലേക്കാണ് പോകുന്നത്.
ഇവിടെ മെയിൻ റോഡിൻ്റെ ഇടതുഭാഗത്തെ വർക്കുകൾ പുരോഗമിച്ചിട്ടുണ്ട്. റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച ഭാഗത്ത് അല്പം കൂടി ഉയരത്തിൽ മണ്ണ് കൊണ്ടിട്ട് നിരത്തിയതായി കാണാം. 28-ാം മൈൽ ജംഗ്ഷനിൽ രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. വലത് സൈഡിലെ സർവീസ് റോഡിൻ്റെ ടാറിംഗ് എല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി ഇടത് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഇനി നടക്കാനുണ്ട്. 28-ാം മൈലിനും നാവായിക്കുളത്തിനും ഇടയ്ക്കും ഒരു അടിപ്പാത വരുന്നുണ്ട്. ആ ഒരു അടിപ്പാതയുടെ നിർമ്മാണം വളരെ മുന്നേ തന്നെ കഴിഞ്ഞതാണ്. ഇവിടെയും വയൽ പ്രദേശം തന്നെയാണ്. വളരെ താഴ്ന്ന ഭാഗത്താണ് അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ കാണുന്നത് നാവായിക്കുളത്തിനും 28-ാം മൈലിനും ഇടയ്ക്കായി നിർമ്മിക്കുന്ന അടിപ്പാതയുടെ വടക്ക് സൈഡിലുള്ള ആറിവാളിൻ്റെ വർക്കാണ്. ഇവിടെ ഇടത് സൈഡിലുള്ള സർവീസ് റോഡിനോട് ചേർന്നുള്ള ഡ്രെയിനേജിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡ് ലെവൽ ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ ടാറിംഗ് പ്രവൃത്തികളൊന്നും നടന്നിട്ടില്ല. നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും റോഡിൻ്റെ ഇടത് ഭാഗമാണ് താഴ്ന്ന പ്രദേശം. വലത് ഭാഗം അത്രത്തോളം പ്രശ്നമില്ല. അപ്പോൾ നല്ല രീതിയിൽ ഉയർത്തി ആറിവാൾ പാനലുകൾ ചെയ്യേണ്ടതുണ്ട്. വലത് ഭാഗത്ത് റീറ്റെയിനിങ് വാളുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നേരെ അടിപ്പാതയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇനി നല്ല ഉയരത്തിൽ തന്നെ ആറിവാൾ പാനലുകളൊക്കെ ഉയർത്തി വെക്കേണ്ടതുണ്ട്. ഇവിടെയും ഒരു ലൈറ്റ് വെഹിക്കുലാർ അണ്ടർപാസാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടിപ്പാതയുടെ തെക്ക് സൈഡിലാണ് ഇപ്പോൾ കൂടുതലായും വർക്ക് നടക്കുന്നത്. അടിപ്പാതയോട് ചേർന്ന് വരുന്ന ഭാഗത്ത് റീറ്റെയിനിങ് വാളുകളാണ് നിർമ്മിക്കുന്നത്. താഴ്ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്ത് PCC ചെയ്തതിന് ശേഷം മുകളിലേക്ക് റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടക്കുന്നത്. അടിപ്പാതയുടെ തെക്ക് സൈഡിൽ ഒരു കൾവട്ടിൻ്റെ വർക്കും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വർക്കാണ് പുരോഗമിക്കുന്നത്. നേരെ 28-ാം മൈൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇരുപത്തെട്ടാം മൈൽ ജംഗ്ഷൻ കഴിഞ്ഞാലുടൻ തന്നെ തട്ടുപാലത്തും ഒരു അടിപ്പാത നിർമ്മിക്കുന്നുണ്ട്. ആ ഒരു അടിപ്പാതയുടെ വടക്ക് സൈഡിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടെ മെയിൻ റോഡിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ച് ദൂരം വരെ ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. രണ്ട് സൈഡിലെയും ക്രാഷ് ബാരിയറിൻ്റെ കാസ്റ്റിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞതാണ്. അടിപ്പാതയുടെ അതേ ഹൈറ്റിലേക്ക് ഇപ്പോൾ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നതായി കാണാം. ഇനി GSB നിരത്തി ടാറിംഗ് വർക്കുകൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നിങ്ങളിപ്പോൾ കാണുന്നത് അടിപ്പാതയുടെ മുകൾ ഭാഗമാണ്. തെക്ക് സൈഡിലും ഇപ്പോൾ വർക്കുകൾ പുരോഗമിക്കുകയാണ്. വടക്ക് സൈഡിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്തിന് ടാറിംഗ് വർക്കുകൾ മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. ഇനി നേരെ സർവീസ് റോഡ് വഴി അണ്ടർപാസിൻ്റെ അടുത്തേക്ക് പോകാം. ഇവിടെയും സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
അടിപ്പാതയോട് ചേർന്നുള്ള ഭാഗത്തെ സർവീസ് റോഡിൻ്റെ മണ്ണെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട്. അല്പം കൂടി താഴ്ത്തി ഇപ്പോൾ ബസ്സുകളൊക്കെ അതിനകത്തൂടെ സുഗമമായി കടന്നു പോകുന്നുണ്ട്. ഇവിടെയും ഒരു ലൈറ്റ് വെഹിക്കുലാർ അണ്ടർപാസാണ് നിർമ്മിച്ചിരിക്കുന്നത്. അടിപ്പാത ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുകയാണ്. വാഹനങ്ങളൊക്കെ ഇതിനകത്തൂടെയാണ് കടന്നു പോകുന്നത്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇനി ടാറിംഗ് പ്രവൃത്തികൾ ബാക്കിയുണ്ട്. കൂടാതെ അടിപ്പാതയ്ക്ക് അകം കൂടി ഇനി ടാറിംഗ് ചെയ്യാനുണ്ട്. തട്ടുപാലത്തെ അടിപ്പാത കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെയും ഒരു തോട് കടന്നു പോകുന്നുണ്ട്. ഈ തോടിന് കുറുകെയുള്ള ബ്രിഡ്ജ് കൾവട്ടിൻ്റെ നിർമ്മാണ പ്രവൃത്തി വളരെ മുന്നേ തുടങ്ങിയതാണ്. ഇപ്പോഴാണത് കംപ്ലീറ്റ് ആയത്. ഇപ്പോൾ ഈ കൾവട്ടിനും അടിപ്പാതയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്ത് മണ്ണ് നിരത്തി വരികയാണ്. കൾവട്ട് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് ടാറിംഗ് വർക്കുകളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി ഇടയ്ക്കുള്ള ഈ ഒരു ഭാഗത്തെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ മെയിൻ റോഡിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ആ ഒരു കൾവട്ട്. ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് 2 ചെറിയ പാലങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നേരെ മുന്നോട്ട് പോയി ഈ ഒരു കൾവട്ടിൻ്റെ മുകൾ ഭാഗത്തെ വർക്കിൻ്റെ അപ്ഡേറ്റുകളൊന്ന് കാണാം. ഇവിടെ നിന്ന് തിരിഞ്ഞ് അകത്തേക്ക് പോയി തെക്ക് സൈഡിലെ വർക്ക് അപ്ഡേറ്റ് ഒന്ന് കാണാം. ഇവിടെ നിന്ന് നേരെ നോക്കുമ്പോൾ ആ ഒരു കൾവട്ട് നിർമ്മിച്ചിരിക്കുന്ന ആ ഭാഗം വരെയാണ് ടാറിംഗ് പ്രവൃത്തികളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്തും അവിടെ വരെയായിരുന്നു ടാറിംഗ് പ്രവൃത്തികളൊക്കെ നടന്നിരുന്നത്. അതുകൊണ്ട് അങ്ങോട്ട് കൂടുതലായി പോകുന്നില്ല. ഇനി ആ കൾവട്ടിനും അടിപ്പാതയ്ക്കും ഇടയ്ക്കുള്ള ഭാഗത്തെ മണ്ണ് നിരത്തി ഉയർത്തിയാൽ മാത്രമേ വർക്ക് പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ. ഇനി അടുത്ത വീഡിയോ ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഈ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുക്കുമായിരിക്കും. ഇനി ഇവിടെ നിന്നും തിരിഞ്ഞ് കല്ലമ്പലം ഭാഗത്തേക്ക് പോകാം. കല്ലമ്പലം എത്തുന്നതിന് മുന്നേ റോഡിൻ്റെ ഇടത് സൈഡിലായി കുറച്ച് ദൂരത്തേക്ക് സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇവിടെ 10-12 ഗർഡറുകൾ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കല്ലമ്പലത്ത് നിർമ്മിക്കുന്ന ഫ്ലൈ ഓവറിന് വേണ്ടിയാണ് ഇവിടെ ഗർഡറൊക്കെ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗം വരെയാണ് ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ നടന്നത്. കല്ലമ്പലം ജംഗ്ഷനിൽ വർക്കുകളൊന്നും നടക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ നിർമ്മിച്ചിരുന്ന പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും കാഴ്ചകൾ മാത്രമേ ഇവിടെ കാണാനുള്ളൂ. കല്ലമ്പലം ജംഗ്ഷനിൽ നോക്കുകയാണെങ്കിൽ വലത് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. വാഹനങ്ങൾ വേണമെങ്കിൽ വലത് സൈഡിലൂടെ കടത്തി വിടാവുന്നതാണ്. ഇനി ഇടത് സൈഡിലെ സർവീസ് റോഡ് കൂടി റെഡിയാനുണ്ട്. ഇത് റെഡിയായാൽ മാത്രമേ ഇതുവഴി വാഹനങ്ങൾ കടത്തി വിട്ട് ഇടത് സൈഡിലായി വരുന്ന പിയറിൻ്റെയൊക്കെ വർക്ക് ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ നിന്നും തിരിഞ്ഞ് സർവീസ് റോഡ് വഴിയാണ് ഇനി പോകുന്നത്. ആയംകോണം എത്തുന്നതിന് തൊട്ട് മുന്നേ വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ ഭാഗത്തെ വർക്കും ഇപ്പോൾ കഴിഞ്ഞ് കിടക്കുകയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു ഭാഗത്തെ വീഡിയോ കാണിക്കാം.
ആയങ്കോണം ഭാഗത്ത് ഇപ്പോൾ വർക്കുകളൊന്നും നടക്കുന്നില്ല. ഇവിടെ കിടന്ന പഴയ വാഹനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. കൂടാതെ കാട് പിടിച്ച് കിടന്നതെല്ലാം ഇപ്പോൾ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. നേരെ കാണുന്ന ഉയർന്ന ഭാഗത്തു കൂടിയാണ് സർവീസ് റോഡുകൾ കടന്നു പോകുന്നത്. മെയിൻ റോഡ് താഴ്ന്നാണ് പോകുന്നത്. ആയങ്കോണത്ത് ഒരു ഓവർപാസ് ആണല്ലോ വരുന്നത്. ഇവിടെ 2 ഗർഡറുകൾ കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണാം. 3ാമത്തെ ഗർഡറിന് വേണ്ടിയുള്ള സ്റ്റീൽ വർക്കുകളും നടന്നിട്ടുണ്ട്. ആറ്റിങ്ങൽ ബൈപ്പാസ് ആരംഭിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ്. ഇവിടെ നിന്നും ബ്രിഡ്ജ് സൈറ്റ് വരെയുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ആ വീഡിയോകൾ കാണാത്തവർക്ക് അവസാന ഭാഗത്തുള്ള ലിങ്ക് വഴി പോയി കാണാവുന്നതാണ്. ഈ ഒരു ഡൈവേർഷൻ റോഡ് താൽക്കാലികമായി ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് തിരിച്ച് സർവീസ് റോഡിൻ്റെ ഇടത് സൈഡിലെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം. ആയങ്കോണം കഴിഞ്ഞ് കല്ലമ്പലം എത്തുന്നതിന് തൊട്ട് മുന്നേ വരെ മെയിൻ റോഡിൻ്റെ ഭാഗത്തെ വർക്കുകളൊക്കെ കുറേയൊക്കെ കംപ്ലീറ്റ് ആയി കിടക്കുകയാണ്. ഇപ്പോൾ മെയിൻ റോഡിൻ്റെ വലത് സൈഡിലൂടെയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വാഹനങ്ങളൊക്കെ കടത്തിവിടുന്നത്. ഇടത് സൈഡിലെ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും ഒക്കെ വർക്ക് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ചില ഭാഗങ്ങളിൽ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. സർവീസ് റോഡുകൾ ചില സ്ഥലങ്ങളിൽ ഉയർന്നാണ് പോകുന്നത്. മെയിൻ റോഡിൻ്റെ ഭാഗത്തും ഇപ്പോൾ മണ്ണൊക്കെ ഇട്ട് നിരത്തി ഇടിക്കുകയാണ്. ഉടൻ തന്നെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ പൂർത്തിയാക്കുമായിരിക്കും. കല്ലമ്പലം ജംഗ്ഷനിലെത്തിക്കഴിഞ്ഞാൽ ഇടത് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ്. ഇതിനു മുന്നേയുള്ള 2-3 വീഡിയോകളിലും ആ ഭാഗമൊക്കെ കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് ആ സർവീസ് റോഡ് വഴി ഇപ്പോൾ പോകാതിരുന്നത്. കല്ലമ്പലം കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് കുറേ പാറ പൊട്ടിക്കാൻ ബാക്കിയുണ്ട്. കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വർക്കുകൾ പെൻഡിങ് ആണ്. ഇവിടെ വർക്കുകളൊന്നും ഇപ്പം നടക്കുന്നില്ല. നേരെ സർവീസ് റോഡ് വഴി തട്ടുപാലത്തിൻ്റെ അടുത്തേക്ക് പോകാം. ഇത് കഴിഞ്ഞാൽ പിന്നെ 28 മൈലിനും ഫാർമസി ജംഗ്ഷന് ഇടയ്ക്കുള്ള അടിപ്പാത വരെയുള്ള ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്കുകളെല്ലാം തീർന്നു കിടക്കുകയാണ്. ഇത് നേരത്തെ കണ്ട ആ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഇത് തട്ടുപാലം അടിപ്പാതയുടെ മറു സൈഡിലെ കാഴ്ചയാണ്. ഇത് നാവായിക്കുളം ജംഗ്ഷനാണ്. ഇവിടെയും വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ് കിടക്കുകയാണ്. നാവായിക്കുളം കഴിഞ്ഞ് 28 മൈൽ എത്തുന്നതിന് മുന്നേ ഉള്ള അടിപ്പാതയുടെ ഭാഗമാണ്. ഇവിടെ 2 സൈഡിലും റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. അടിപ്പാതയുടെ ഇടത് സൈഡിലാണ് കൂടുതൽ വർക്ക് നടക്കുന്നത്. വലത് സൈഡിൽ വർക്കുകൾ തുടങ്ങിയിട്ടില്ല. ഇവിടെ സർവീസ് റോഡിന് വേണ്ടിയുള്ള സ്ഥലം ക്ലീനാക്കി ഇട്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അവിടെ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കുമെന്ന് കരുതുന്നു. ഇടത് സൈഡിലുള്ള റീറ്റെയിനിങ് വാളിൻ്റെ വർക്കുകൾ നേരത്തെ കഴിഞ്ഞതാണ്. ഇനി ഇവിടെ മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്.
ഇത് 28 മൈൽ ജംഗ്ഷനാണ്. ഇവിടെ ഇടത് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കുകളെല്ലാം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇവിടെ ഒരു കൾവട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അത് പൂർത്തിയായാൽ ശേഷം മാത്രമേ അതിൻ്റെ മുകളിലൂടെ സർവീസ് റോഡ് കടന്നു പോവുകയുള്ളൂ. ഇവിടെ നിന്നും കുറച്ച് ദൂരത്തേക്ക് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. മെയിൻ റോഡിൻ്റെ ഭാഗത്തെ ഇപ്പോൾ മണ്ണുകളൊക്കെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് മെയിൻ റോഡിലേക്ക് കയറിയാണ് പോകേണ്ടത്. നമുക്കവിടെ റീറ്റെയിനിങ് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ഭാഗത്തൊന്ന് പോയി നോക്കാം. ഇപ്പോൾ ഈ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്ത് PCC ചെയ്തിരിക്കുന്നതായി കാണാം. ഇതിൻ്റെ മുകളിലായിരിക്കും റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് ഉയർത്തുന്നത്. ഇവിടുന്ന് നേരെ നോക്കുകയാണെങ്കിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവൃത്തികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഉടൻ തന്നെ അവിടുത്തെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ് വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയാൽ പിന്നെ മെയിൻ റോഡിൻ്റെ വർക്ക് ആരംഭിക്കാം. നേരെ മെയിൻ റോഡിൻ്റെ ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കടമ്പാട്ടുകോണം ജംഗ്ഷനിലെത്തുമ്പോൾ ഒരു ഡൈവേർഷൻ റോഡ് വഴിയാണ് പിന്നെ സർവീസ് റോഡിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ നിന്നും മെയിൻ റോഡിലേക്ക് പ്രവേശിച്ച് നേരെ പോകുന്നത് പാരിപ്പള്ളി ഫ്ലൈ ഓവറിലേക്കാണ്. പാരിപ്പള്ളിയിലേക്ക് പോകേണ്ടവർ ഫ്ലൈ ഓവർ എത്തുന്നതിന് മുന്നേ ഉള്ള എക്സിറ്റ് പോയിൻ്റ് വഴി പോവേണ്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ടോൾ പ്ലാസയുടെ അടുത്ത് ചെന്നേ ഇറങ്ങാൻ കഴിയുകയുള്ളൂ. മറ്റു പുതിയ വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.